സ്വന്തം അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഉമ്മ കൊടുക്കണം. അച്ഛനെ കെട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കണം. നാളെ നമ്മളുണ്ടോ അവരുണ്ടോ നമുക്കറിയോ? നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് വലിയൊരു റീത്തും കൊണ്ടുപോയി വന്ന് പ്രകടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ഉള്ളിലെ ബീയിങ് ഇൻ ദ മൊമെന്റ്. നമ്മുടെ ഒപ്പം നടക്കുന്ന ആളുകളുടെ ഫോട്ടോ നമ്മുടെ ഫോണിൽ ഉണ്ടാവണമെന്നില്ല. കാരണം എന്താ? അവരെപ്പോഴും ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള ധാരണയാണ് നമുക്ക്. എപ്പോ വേണമെങ്കിലും എടുക്കാലോ എന്നുള്ളത്. നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം, വൈകുന്നേരം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നേരെ മറിച്ചോ, നമ്മൾ എപ്പോഴെങ്കിലും കാണുന്നപ്പോൾ എന്നെ പോലത്തെ റിസോഴ്സ് പേഴ്സണൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഒപ്പം ഫോട്ടോയൊക്കെ നിങ്ങൾ എടുക്കും. കാരണം എന്താ? അവരൊന്നോ രണ്ടോ പ്രാവശ്യമല്ലേ കാണുള്ളൂ എഴുതിയിട്ട്. നമ്മുടെ ഒപ്പമുള്ള ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്യണം. അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിക്കാനുള്ള അവസരം ഇന്നാണ്, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. നാളെ ഞാനാണോ നിങ്ങളാണോ ഉള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സിനും നിങ്ങളുടെ ഉള്ളിലെ എക്സ്പ്രഷനുകളെയും നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം. സ്നേഹം കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതുമാണ്. അത് പുഞ്ചിരിയിലൂടെ ആവാം, ചില ദേഷ്യപ്പെടലുകളിലൂടെ ആവാം, ചില തരത്തിലുള്ള സ്ട്രഗിളുകളിലൂടെ ആവാം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കണം. ബീയിങ് ഇൻ ദ മൊമെന്റ്. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞു വരുന്നത്. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. പോസ്റ്റ് പോൺ ചെയ്യുന്നത് ലൈഫിൽ ആദ്യമായിട്ട് ഒഴിവാക്കുക. നമ്മൾ എപ്പോഴും മലയാളികൾക്കുള്ള ഒരു സംഭവമാണ് പോസ്റ്റ് പോൺ ചെയ്യുക. നാളെ ചെയ്യാന്ന് പറഞ്ഞു വെക്കും. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നാളെ ചെയ്യാന്നുള്ളത്. ഇന്ന് ചെയ്യണം.